കടലിന്റെ അടിത്തട്ടിൽ നിന്നാണെങ്കിലും അവരെ കണ്ടെത്തും. കപ്പലാക്രമണങ്ങളിൽ പ്രതികരിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി. ചരക്ക് കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവരെ ഉടൻ കണ്ടെത്തുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. കടലിന്റെ അടിത്തട്ടിൽ നിന്നാണെങ്കിലും കുറ്റക്കാരെ ഇന്ത്യ കണ്ടെത്തുമെന്നും അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മിസൈൽ വേദ കപ്പലായ INS ഇംഫാൽ കമ്മീഷൻ ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. MV പ്ലൂട്ടോയ്ക്കെതിരായ ഡ്രോൺ ആക്രമണവും MV സായിബാബയ്ക്കെതിരായ ചെങ്കടലിലെ ആക്രമണവും ഇന്ത്യൻ സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും ഇതിനുശേഷം ഇന്ത്യ കടലിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് ആക്രമണം ഉണ്ടായത്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ സുപ്രധാനമായ ചെങ്കടൽ കടൽപാത ലക്ഷ്യമിട്ട് യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നടത്തിയ നിരവധി ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ ഒന്നാണിത്. 21 ജീവനക്കാരുമായി കപ്പൽ കഴിഞ്ഞ ദിവസം രാവിലെ മുംബൈയിൽ ഡോക്ക് ചെയ്തു. തുടർന്ന് നാവികസേനയുടെ സ്ഫോടക വസ്തു സംഘം പരിശോധനയും നടത്തി. ആക്രമണത്തിൽ കപ്പലിന്റെ പിൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും കണ്ടെത്തി. സിറിയയിലെ ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച സൗദിയിലെ അൽ ജദൂ ബലിയിൽ നിന്ന് ന്യൂ മംഗലാപുരം തുറമുഖത്തേക്ക് വരികയായിരുന്ന MV പ്ലൂട്ടോ എന്ന എണ്ണ ടാങ്കർ മുംബൈ തുറമുഖത്ത് എത്തിച്ചു. വിദഗ്ധർ കേടുപാടുകൾ പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾക്ക് ഒരുങ്ങുകയാണ്. 21 ഇന്ത്യൻ ജീവനക്കാരും ഒരു വിയറ്റ്നാം പൗരനും സുരക്ഷിതരാണ്. അതേസമയം ഇന്ത്യയുടെ കപ്പലുകൾക്ക് സംരക്ഷണം ഒരുക്കാൻ നാവികസേന മിസൈൽ നശീകരണി കപ്പലുകളെ മേഖലയിൽ വിന്യസിച്ചു. INS കൊച്ചി, INS മോർമുഗാവ്, INS കൊൽക്കത്ത എന്നിവയാണ് നാവികസേന അയച്ചത്. P-81 നിരീക്ഷണ വിമാനങ്ങളും ഇതിനൊപ്പം അയച്ചിട്ടുണ്ട്. തീരരക്ഷാസേനയും അവിടേക്ക് കപ്പൽ അയച്ചിട്ടുണ്ട്. ഇനിയും ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് തടയുകയാണ് ലക്ഷ്യം. ഗുജറാത്തിലെ വെരാവൽ തുറമുഖത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ശനിയാഴ്ചയാണ് കപ്പലിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. മിസൈലാണ് ഏറ്റതെന്ന് ആദ്യം സംശയമുണ്ടായെങ്കിലും വിദഗ്ധ പരിശോധനയിൽ ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്ന് വ്യക്തമായി. ഡൽഹി ചാണക്യപുരിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താതെ പോലീസ്. ഡൽഹി പോലീസും ഫയർ ബ്രിഗേഡും NIAയും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ മുന്നേറ്റമൊന്നും അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. CCTVയിൽ തീവ്രത കുറഞ്ഞ സ്ഫോടനം നടന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചത്. ടയർ പൊട്ടിയതിന് സമാനമായ വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടെന്നും മരത്തിന് സമീപം പുകപടലങ്ങൾ ഉയർന്നുമാണ് സമീപത്തുണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 2 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നതായാണ് വിവരം. CCTV ദൃശ്യങ്ങളിൽ പൊട്ടിത്തെറി സമയത്ത് ഇവർ സംഭവ സ്ഥലത്തുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായി അജ്ഞാത ഫോൺ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. ഇസ്രയേൽ എംബസിക്ക് പിന്നിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് സ്ഫോടന ശബ്ദം കേട്ടു എന്നായിരുന്നു അജ്ഞാത ഫോൺ കോളിലൂടെ വിളിച്ചയാൾ പറഞ്ഞത്. സംഭവ സ്ഥലത്ത് നിന്ന് ഇസ്രായേൽ അംബാസഡർക്കുള്ള അധിക്ഷേപ കത്ത് പോലീസ് കണ്ടെത്തിയിരുന്നു. ടൈപ്പ് ചെയ്ത നിലയിൽ കണ്ടെത്തിയ കത്തിൽ അസഭ്യവും പലസ്തീൻ വിഷയവുമാണ് ഉള്ളടക്കമെന്ന് പോലീസ് അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായി വിമർശിക്കുകയും പ്രതികാരം ചെയ്യുന്നതിനെ കുറിച്ച് കത്തിൽ പറയുന്നുണ്ട്. എംബസിക്ക് സമീപത്തെ പൂന്തോട്ടത്തിൽ നിന്നും ഇസ്രായേൽ പതാകയിൽ പൊതിഞ്ഞ രീതിയിലാണ് കത്ത് പോലീസ് കണ്ടെടുക്കുന്നത്. കത്ത് കണ്ടെത്തിയത് കത്തും പതാകയും ഉൾപ്പെടെ സ്ഥലത്ത് നിന്ന് ശേഖരിച്ച തെളിവുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.